ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പൊറോട്ടയാണ് കേട്ടോ. ഒനിയൻ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കണം. ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. കാരണം നമ്മൾ ഈ പൊടിയിലേക്കൊക്കെ വെള്ളം നല്ലപോലെ അബ്സോർബ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പൊറോട്ടയ്ക്കകത്ത് നമ്മൾ ഫില്ലിങ് വെക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതാ ഞാനിവിടെ മാവ് കുഴച്ച് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. മാവ് കുഴച്ച് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ 2 ഒനിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം മീഡിയം സൈസിലുള്ള 2 ഒനിയൻ സ്ലൈസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. നീളത്തിലരിഞ്ഞ് നല്ല കനം കുറച്ചിട്ട് നമുക്കത് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാമേ. അതിനുശേഷം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിയുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂണിനനുസരിച്ച് നമുക്ക് ഡ്രൈ മാംഗോ പൗഡർ, ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറയും. അതെല്ലാം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങിലേക്ക് നല്ലപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്, നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയനും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യും. നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കാരണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒനിയനകത്തുനിന്ന് സവാളയ്ക്കകത്തുനിന്ന് വെള്ളം പെട്ടെന്ന് ഇറങ്ങും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടത് ഞെരടി മിക്സ് ചെയ്യണം കേട്ടോ. അളവുകളെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് 1 കപ്പ് മാവിനുള്ളതും ഉള്ള അളവുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എത്ര മാവ് എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി അത് ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്നത് പോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിൽ നിന്ന് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ ആട്ടയെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ തന്നെ വലിയൊരു ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാം. നന്നായി ഒരു ചപ്പാത്തി വലുപ്പത്തിൽ നമുക്കത് പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇതിനെ നമ്മൾ 4 ഭാഗങ്ങളായി മുറിക്കുകയല്ല, നമ്മൾ മുറിക്കാൻ പാടില്ല. നമുക്കിങ്ങനെ ഒരു ഇത് കൂടെ അളവ് പോലെ നമുക്കൊരു വെറുതെ ഒന്ന് ടച്ച് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു വരുന്നത്. അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇങ്ങനെ 4ആയിട്ട് മുറിച്ചതിന് ശേഷം അവിടെ എണ്ണ തേച്ച് കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ ചപ്പാത്തിയുടെ പുറമേ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. എണ്ണ തേച്ച് എടുക്കുമ്പോൾ നമ്മൾ ഈ ചുറ്റുപാടും എണ്ണ തേക്കാൻ പാടില്ല, നടുഭാഗത്ത് മാത്രമേ തേക്കാവുള്ളൂ. എൻ്റെ അരികു ഭാഗങ്ങളിലെങ്ങും എണ്ണ വരാൻ പാടില്ല. നമുക്കത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ഇനി അതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് സ്റ്റഫിങ്സ് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എത്ര വെക്കണോ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര അളവ് വേണോ നിങ്ങൾക്ക് വയ്ക്കാം. ഞാനിവിടെ 2 സ്പൂൺ സ്റ്റഫിങ്സ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഭാഗത്തു നിന്ന് മുറിച്ച് നമ്മൾ വേർപെടുത്തണം കണ്ടോ. എന്നിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് മടക്കുക. പിന്നെ ബാക്കി 2 ഭാഗങ്ങളും നമുക്ക് മടക്കി യോജിപ്പിക്കാം കണ്ടോ. ആ അരികെ എണ്ണ തേക്കാത്ത ഭാഗമാണ് ഒട്ടേണ്ടത്, അതുകൊണ്ടാണ് അവിടെ എണ്ണ തേക്കാത്തത് കേട്ടോ. മനസ്സിലായല്ലോ. ഇപ്പം ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം.
കണ്ടല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതെങ്ങനെ പരത്തിയെടുക്കാമെന്ന് നോക്കാം. നല്ലപോലെ പൊടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ നടുഭാഗത്ത് അധികം പ്രസ് ചെയ്യാതെ കൊണ്ട് നമ്മൾ സൈഡ് വഴി മൂന്ന് സൈഡിൽ നന്നായി പതുക്കെ കൈകൊണ്ട് പ്രസ് ചെയ്ത് വേണം ഇത് പരത്തി നമുക്ക് എടുക്കാനായിട്ട്. നടുവിലേക്ക് നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല. അപ്പം കൂടുതൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റഫിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായി അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂന്ന് സൈഡിലും പതുക്കെ അതിൻ്റെ ഇത് റോളർ വെച്ച് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുള്ളൂ. തവ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് തവയിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ പൊറോട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ട്രയാങ്കിൾ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പ്ലെയിൻ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. ഇത് നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് പതുക്കെ ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിതിനെ പതുക്കെ വേവിച്ചെടുക്കണം. ധൃതി കൂട്ടരുത്, ധൃതി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് വേവില്ല. അകത്തുള്ള സ്റ്റഫിങ്ങും നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് പതുക്കെ എണ്ണ തൂത്ത് കൊടുത്തിട്ട് പതുക്കെ തിരിച്ചും മറിച്ചും ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. നമുക്ക് നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഈ പൊറോട്ട കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു പൊറോട്ട തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ദയവായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ സഹകരണം ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പൊറോട്ടയും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ക്രിസ്പി ആയിട്ടുകൊണ്ട് കണ്ടോ, ഫില്ലിങ് നടുക്ക് തന്നെ ഇരിക്കുന്നുണ്ടോ, സൈഡിലേക്ക് ഇങ്ങോട്ട് മാറിപ്പോകാതെ നടുക്ക് തന്നെ അതിൻ്റെ ഫില്ലിങ്സ് എല്ലാ സൈഡിലും എത്തിയിട്ടുമുണ്ട്, നടുക്കുമുണ്ട്. കണ്ടോ, ഇതുപോലെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. തൈരിൻ്റെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യണം.